ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളത് ഈ നേരെ ചാപ്റ്ററിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് റിസൾട്ടൻറ്റ് ഫോഴ്സ്. എന്താണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 54 ഒരു യെല്ലോ ബോക്സിലാണ് അതിന് ആൻസർ. When more than one force is applied on a body at same time, the sum of force acting on an object will be the effective force or resultant force. When more than one force is applied on an object at the same time, ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിന്മേൽ പതിക്കുകയാണ് ഒരേ സമയത്തിൽ. The sum of forces acting on an object, the sum of forces, ആ ഒരു ഒന്നിൽ കൂടുതലുള്ള ഫോഴ്സസിനെ മൊത്തം ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്? എഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയാം. വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ സെയിം ടൈം, ദ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് വിൽ ബി ദ എഫക്റ്റീവ് ഫോഴ്സ് ഓർ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ മോർ ദാൻ വൺ ഫോഴ്സ്, ഒന്നുകൂടി പറയണം കേട്ടോ. വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ സെയിം ടൈം, the sum of forces acting on an object will be the effective force or resultant force. ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിന്മേൽ പതിക്കുകയാണ് ഒരേ സമയത്ത്. ആ സമയത്ത് ആ ഒരു ഒബ്ജക്റ്റിൽ പതിക്കുന്ന എല്ലാ ഫോഴ്സിൻ്റെയും ആ ഫോഴ്സ് എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയണം. ഇതൊരു ഒബ്ജക്റ്റാണ്. ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു സൈഡിൽ നിന്ന് 150 ന്യൂട്ടൺ കിട്ടുകയാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റാണ് കേട്ടോ ന്യൂട്ടൺ. മറ്റേ സൈഡിൽ നിന്ന് 100 ന്യൂട്ടണും കിട്ടുകയാണ്. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റിസൾട്ടൻറ്റ് ഫോഴ്സാണ്. റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഒരു സൈഡിനെ പോസിറ്റീവ് ചാർജും ഒരു സൈഡിനെ നെഗറ്റീവ് ചാർജായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ സൈഡിനെ പോസിറ്റീവ് ചാർജായിട്ട് എടുത്തു, ഒരു സൈഡിനെ പോസിറ്റീവ് ചാർജ് വലുതായിട്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പോസിറ്റീവ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സൈഡിനെ നെഗറ്റീവ് ചാർജ്. എന്താണ് സം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ when more than one force is applied on an object at the same time, the total force എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാണല്ലോ. ഒരു സൈഡിനെ പോസിറ്റീവും ഒരു സൈഡിനെ നെഗറ്റീവും ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈഡിനെ പോസിറ്റീവും പ്ലസ് മൈനസ് 150 ഇങ്ങനെയാണ് വരിക. എന്താണ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്തു, ഒരു സൈഡിന് നമ്മൾ പോസിറ്റീവും ഒരു സൈഡിനെ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ -50 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇത്രേ ഉള്ളൂ. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആവുകയാണെങ്കിൽ അതിനുള്ളൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് 100 ന്യൂട്ടനും മറ്റേ സൈഡിൽ നിന്ന് 100 ന്യൂട്ടനും എടുത്തു. അപ്പോൾ നമ്മളോട് റിസൾട്ടൻറ്റ് ഫോഴ്സാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു സൈഡിനെ ഞാൻ പോസിറ്റീവ് ചാർജ് എന്ന് എടുത്തു 100, ഈ സൈഡിനെ പോസിറ്റീവ് ചാർജ് ഈ സൈഡിനെ നെഗറ്റീവ് ചാർജ് എടുത്തു. രണ്ട് ആഡ് ചെയ്യാനാണല്ലോ. -100 മൈനസ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മൾ രണ്ടാമത് എടുക്കുന്ന സൈഡാണ് നെഗറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 0 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങനെയായി നമുക്കിത് ചെയ്ത് നോക്കി. നമുക്ക് 0 കിട്ടി. ഇങ്ങനെ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 വരികയാണെങ്കിൽ when the resultant force become 0, this force is known as balanced force. ഈ ഒരു ഫോഴ്സിനെയാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 കിട്ടുകയാണെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ് ബാലൻസ്ഡ് ഫോഴ്സ്.
ഈ സൈഡിൽ നിന്നും 100 ന്യൂട്ടനാണ്, ഈ ഒരു സൈഡിൽ നിന്നും 100 ന്യൂട്ടനാണ്. അപ്പോൾ ഇത് നമ്മൾ വലിക്കുമ്പോൾ ഇത് വലിക്കുകയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, അതിന് മൂവ് ചെയ്യാൻ കഴിയില്ല. ഒറ്റൊരു സ്ഥലത്ത് തന്നെ ആ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇത് എത്ര വലിക്കുകയാണെങ്കിലും ഇത് അഥവാ അപ്പം 100 ഉള്ള 101 102 അങ്ങനെ കൂടുകയാണെങ്കിൽ ഇവിടെ 100 മാത്രമാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് കൂടുതൽ ഫോഴ്സ് വലിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങും. പിന്നെ അഥവാ ഇപ്പോൾ ഇവിടെയാണ് 105 110 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് നീങ്ങും. പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തും ഒരേ ഫോഴ്സാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റിന് മോഷനിൽ നിൽക്കാൻ കഴിയില്ല, അത് റെസ്റ്റ് തന്നെ തുടരും. ഓക്കെ, പിന്നെ ഈ സീറോ, ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് സീറോ അല്ലാത്ത എല്ലാ കേസിനെയും എന്താ പറയുക, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. അൺബാലൻസ്ഡ് ഫോഴ്സ്. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് നോട്ട് സീറോ. ഇങ്ങനെയുള്ള ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് നമുക്ക് മോഷനിലേക്ക് നമുക്ക് ആക്കാൻ കഴിയാം. ഓക്കെ, ദെൻ നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സൈഡിൽ 20 ന്യൂട്ടനും ഒരു സൈഡിൽ 10 ന്യൂട്ടനും ഇങ്ങനെ വരികയാണെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം ഒരു സൈഡിൽ പോസിറ്റീവും ഒരു സൈഡിൽ നെഗറ്റീവായിട്ട് ആഡ് ചെയ്യാം. -10 ന്യൂട്ടൺ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. 10 ന്യൂട്ടനാണ്, മാറിപ്പോയതാണ്. ഇതെന്താണ്, അത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് എഴുതിയേക്കാം. അൺബാലൻസ്ഡ് ഫോഴ്സ്. എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആവുന്ന ആ ഒരു കേസിനെയാണ് ബാലൻസ്ഡ് ഫോഴ്സ്. ഇത് 0 അല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാനുള്ള കാരണം. അപ്പം ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു സൈഡിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് 500 ന്യൂട്ടനും ഈ ഒരു സൈഡിൽ നിന്ന് 500 ന്യൂട്ടനുമാണ്. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സ് നിങ്ങൾ കമൻ്റ് ഇടാം കേട്ടോ, നിങ്ങൾ കമൻ്റ് ഇടാം, പഠിച്ചെന്ന് അറിയണ്ടേ. പിന്നെ അത് ഏത് ഫോഴ്സ് ആണെന്നും ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നും കൂടി അയക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫോഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫോഴ്സ്. നമ്മൾ ഈ ഫോഴ്സിനെ എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് ഇൻറ്റേർണൽ ഫോഴ്സ്, ഒന്നാണ് ഇൻറ്റേർണൽ ഫോഴ്സ്, മറ്റേതാണ് എക്സ്റ്റേർണൽ ഫോഴ്സ്. എക്സ്റ്റേർണൽ ഫോഴ്സ്. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഫോഴ്സാണ്. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ റിസൾട്ടൻറ്റ് ഫോഴ്സിലാണ് ബാലൻസ്ഡ് ഫോഴ്സ്. ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലൻസ്ഡ് ഫോഴ്സാണ്, അതിന് മൂവ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇത് കാര്യം എന്ന് പറഞ്ഞാൽ they cannot change state of rest of motion of a body. ഒരു ബോഡീന് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കോ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കോ ആക്കാനൊന്നും കഴിയില്ല, കാരണം അവിടെ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ, അതിൻ്റെ മോഷന് റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന് എന്തിലേക്ക് ആക്കാൻ കഴിയില്ല, മോഷനിലേക്ക് ആക്കാനും കഴിയില്ല, അതിനുള്ള സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ദെൻ എക്സ്റ്റേർണൽ ഫോഴ്സ്. എക്സ്റ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ഫോഴ്സാണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സും ഉണ്ട്, രണ്ടും ഇതിൽ പെടും. അൺബാലൻസ്ഡ് ഫോഴ്സ് ഓർ ബാലൻസ്ഡ് ഫോഴ്സ് രണ്ടും ഇതിൽ വരുന്നതാണ്. പിന്നെ ഈ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്
or motion of a body. ഓക്കെ, നമ്മളെ പേജിൽ നമ്മളെ 57th പേജിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ആ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ ഫോഴ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോഴ്സിനെ ഡിവൈഡ് ആണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഒരു സൈഡിൽ ഇൻറ്റേർണൽ ഫോഴ്സ്, ഒരു സൈഡിൽ ഇൻറ്റേർണൽ ഫോഴ്സ്, ഒരു സൈഡിൽ എക്സ്റ്റേണൽ ഫോഴ്സും. ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെ തന്നെ രണ്ടായിട്ട് തരം വെച്ചിട്ടുണ്ട്. ബാലൻസ്ഡ്, നമ്മൾ പറഞ്ഞു ഈ എക്സ്റ്റേണൽ ഫോഴ്സിലാണ് ബാലൻസ്ഡ് വരും, ബാലൻസ്ഡ് വരും, അൺബാലൻസ്ഡ് വരും. ഒരു സൈഡിൽ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എഴുതിയിട്ടുണ്ട്. ബാലൻസ്ഡ് ഫോഴ്സിൽ എന്താ ഉണ്ടാവുക? cannot change the state or rest or motion of a body. ഒരു ബോഡീനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കോ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കോ ആക്കാനൊന്നും കഴിയില്ല. പിന്നെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി. ആ ഒരു ബോഡിയുടെ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കോ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കോ ആക്കാനൊക്കെ സാധിക്കും. പിന്നെ ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ cannot be changed. റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കോ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കോ ആക്കാനൊന്നും കഴിയില്ല. ഈ ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വണ്ടിയുടെ ഇൻറ്റേർണൽ ഫോഴ്സിനും എക്സ്റ്റേണൽ ഫോഴ്സും രണ്ടിനും എക്സാമ്പിളായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തു. ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വണ്ടി പുഷ് ചെയ്യണം. നമ്മൾ ആ ഉള്ളിൽ ചെന്ന് നമ്മൾ ആ വണ്ടിയുടെ ഉള്ളിൽ ചെന്ന് നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ? അതെന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സാണ്. അതൊരു ഇൻറ്റേർണൽ ഫോഴ്സാണ്, അതൊരു ബാലൻസ്ഡ് ഫോഴ്സാണ്. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവാത്തത്? ആ ഒരു വെഹിക്കിളിന് മൂവ് ചെയ്യാത്തത്. അഥവാ പിന്നെ ആ വെഹിക്കിളിന് പുറമേ നിന്ന് നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ആ വെഹിക്കിൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ അവിടെ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇതിന് രണ്ടും തമ്മിലുള്ള ഒരു എക്സാമ്പിൾ. നമ്മൾ നെക്സ്റ്റായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ഗലീലിയോ ഒബ്സർവേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഗലീലിയോ ഒരു ഒബ്സർവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒബ്സർവേഷൻ നമ്മളെ പേജ് നമ്പർ 58 ഒരു താഴെ യെല്ലോ ബോക്സിലുണ്ട്. എന്താ നമുക്ക് നോക്കാം. ഗലീലിയോ ഒബ്സർവേഷൻ നോക്കാം. An unbalanced external force is essential to change the state of rest or uniform motion of a body. ഒരു ബോഡിയുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണെങ്കിൽ ആ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് ആക്കാൻ എന്ത് ഫോഴ്സ് വേണം? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അതിന് റിക്വയർഡ് ആണ്. അതിനൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഒബ്ജക്റ്റിനെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് ആക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് ആക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഗലീലിയോയുടെ ഒബ്സർവേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. An unbalanced external force is essential to change the state of rest or uniform motion of a body. എന്താണ്? An unbalanced external force is essential to change the state of rest or uniform motion of a body. Then നമ്മൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പേജ് നമ്പർ 59 ഒരു യെല്ലോ ബോക്സ് ഉണ്ട്. അതിലാണ് നമ്മൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോ പഠിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ന്യൂട്ടൺ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ സാവധാനം നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം നമുക്ക് ന്യൂട്ടൺ ഫസ്റ്റ് ലോ നമുക്ക് പോകാം. ഇതാണ് എവറി ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ എവറി ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ട്സ് ഓൺ ഇറ്റ്. ദിസ് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എവരി ബോഡി, എല്ലാ ഒബ്ജക്റ്റുകളും, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇപ്പം റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു ഒബ്ജക്റ്റ് ഇപ്പം മോഷനിലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് മോഷനിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എങ്ങനെ? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. അവിടെ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മോഷനിലുള്ള ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് ആക്കാം, റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മോഷനിലേക്ക് ആക്കാം. അപ്പോൾ എന്താണ്? ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എസെൻഷ്യൽ ആണ്. എന്തിനാന്ന് വെച്ചാൽ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഓഫ് എ ബോഡി ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്താണ് കാണപ്പെടാൻ പഠിക്കണം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആൻഡ് അൺടിൽ an external unbalanced force is act on it. This is Newton's first law of motion.
ഇനി അതിന് താഴെ വാട്ട് ഈസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഈസ് എ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ആണ്. ആ ഒരു ക്വാണ്ടിറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് ആക്കാനും മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക് ആക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഫോഴ്സ് ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. അതാണ് എന്ത്? ഫോഴ്സ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് എഴുതണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ദെൻ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനേഷ്യയിലേക്കാണ്. ഇനേഷ്യ എന്താണെന്ന് നമ്മൾ ഈ പേജിൻ്റെ താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനേഷ്യ ഓഫ് എ ബോഡി ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഒരു ബോഡിയുടെ ഇനേഷ്യ എന്ന് പറഞ്ഞാൽ അതൊരു ടെൻഡൻസിയാണ്. ആ ബോഡിക്ക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ടെൻഡൻസി ഉണ്ടാവും? ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ അത് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഒരു ടെൻഡൻസിയാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനേഷ്യ ഓഫ് എ ബോഡി എന്താണ്? ഇനേഷ്യ ഓഫ് എ ബോഡി ഈസ് ദ ടെൻഡൻസി ഓഫ് ദി ബോഡി. Inertia of the body is the tendency of the body to continue ചെയ്യാൻ its state of rest or uniform motion. Inertia of a body is the tendency of a body to continue its state of rest or uniform motion. ഇതാണ് inertia. Then inertiaനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. inertia of rest എന്നും inertia of motion എന്നും. അതിലിതിപ്പോൾ ഒരു എക്സാമ്പിളാണ് ഈ രണ്ടെണ്ണം തന്നിരിക്കുന്നത്. ഇനേഷ്യ ഓഫ് റെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഒരു ബസ് മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിനൊക്കെ ബസ് മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ബസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, നമ്മൾ പെട്ടെന്ന് ബാക്കിലേക്ക് ഒന്ന് വലിയൂല്ലേ, പെട്ടെന്ന് നമ്മൾ ബാക്കിലേക്ക് വലിഞ്ഞിട്ടാണ് നമ്മൾ നേരെ നിൽക്കുക. പിന്നെ ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എ ബോൾ സെറ്റ് ഓൺ റോളിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്ലോർ കീപ്സ് മൂവിങ് ഫോർവേഡ്. ഒരു ബോൾ ഇപ്പം പരന്ന പ്രദേശത്ത് ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അത് പിന്നെയും മുന്നിലേക്ക് പോകുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് മോഷൻ തന്നെയാണ്, അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഫസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ബസ് റെസ്റ്റിലായിരുന്നു, പെട്ടെന്ന് ആ റെസ്റ്റിനുള്ള ഒബ്ജക്റ്റ് മോഷനിലേക്ക് പോകുമ്പം അവിടെ റെസ്റ്റാണ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. പിന്നെ ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരന്ന ഫ്ലോറിൽ ഒരു ബോൾ റോൾ ചെയ്യാണ്, അത് പിന്നെയും ഉരുണ്ട് തന്നെ പോവാണ്. അതിനെയാണ് ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ബോഡി ഓഫ് റെസ്റ്റ്, ഒരു ബോഡി ഇപ്പോൾ റെസ്റ്റിലാണെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഇറ്റ് കാനോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ബൈ ഇറ്റ് സെൽഫ് ആണ്. അതാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഒരു ബോഡി ഇപ്പോൾ റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ആ ഒരു ഒബ്ജക്റ്റിനെ സ്റ്റേറ്റ് മാറ്റാനൊന്നും അതിന് കഴിയില്ല, ഒറ്റയ്ക്ക് കഴിയില്ല. പിന്നെ ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എ ബോഡി ഇൻ മോഷൻ, ഒരു ബോഡി ഇപ്പോൾ മോഷനിലാണെങ്കിൽ അത് ആ ഒരു മോഷൻ കണ്ടിന്യൂ ചെയ്യും. ആ ഒരു മോഷന് റെസ്റ്റിലേക്ക് ആക്കാനൊന്നും അതിനൊറ്റയ്ക്ക് കഴിയുന്നില്ല. അതാണ് ഇനേഷ്യ ഓഫ് മോഷൻ. ഈ ഒരു പ്രോപ്പർട്ടി മാർക്ക് ചെയ്തിട്ടോ, മാസ് കൂടുമ്പോൾ മാസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇനേഷ്യ വിൽ ഓൾസോ ഇൻക്രീസസ്. മാസ് കൂടുകയാണെങ്കിൽ അവിടെ ഇനേഷ്യയും കൂടി ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പേജ് നമ്പർ 61 ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഒരു പേപ്പർ ഇപ്പം ഒരു ടേബിളിൻ്റെ മേലേക്കാണ്, അതിൽ ഒരു കുപ്പിയിൽ വെള്ളം വെച്ച് ആ പേപ്പറിൻ്റെ മേളിൽ വെച്ചു, പിന്നെ ഒരു കാലിക്കുപ്പി അതിൻ്റെ മേലെ വെച്ചപ്പം പിന്നെ പെട്ടെന്ന് ആ പേപ്പർ അങ്ങോട്ട് എടുത്താൽ ആ ഒരു വെള്ളമുള്ള ബോട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അതെന്താണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലേ. മറ്റേതെന്ന് പറഞ്ഞാൽ മാസ് കുറവാണ്. ഈ വാട്ടർ ഉള്ളതിനേക്കാൾ മാസ് വളരെയേറെ കുറവാണ്. അതുകൊണ്ടാണ് മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടുന്നു എന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവാം. ഇthen നമ്മൾ നോക്കാൻ പോകുന്നത് മൊമെൻറ്റത്തിനെ കുറിച്ചാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. പിന്നെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്.
ഇതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ പി ആണ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എം വി മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. എന്താണ് മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പോർഷനിലേക്ക് കടക്കാൻ പോകുന്നത്. നമുക്ക് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എം യു എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ദെൻ ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എം വി മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എം വി മൈനസ് എം യു. ഓക്കെ, ഈ രണ്ടിൻ്റെ ഡിഫറൻസ് കാണുന്നതിനെയാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഡിവൈഡഡ് ബൈ ടി വരും. എം വി മൈനസ് എം യു ബൈ ടി. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഈ ഒരു 4 ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കണം നന്നായിട്ട്. ഈ ഒരു ഇത് മറക്കുകയേ ചെയ്യരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. ഇതിൽ നിന്നാണ് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും എക്സാമിന്.